ഹായ്, CA ഇൻ്റർ മെയ് 24 എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർക്ക് ഇനി ഏകദേശം 20 to 22 ഡേയ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 20 ഡേയ്സ് അല്ലെങ്കിൽ 20 to 20 ഡേയ്സ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അത് ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് വീഡിയോ അബൌട്ട് CA ഇൻ്റർ മെയ് 24 എക്സാമിനേഷൻ. നമുക്കറിയാം എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് 3/5/2024. ഏകദേശം 22 ഡേയ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ആവുകയാണെങ്കിൽ 20 ഡേയ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 20 ഡേയ്സ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇനിയും ഒരു 32 ഡേയ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് 20 ഡേയ്സ് എങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ഞങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് യൂട്ടിലൈസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് വിത്തൗട്ട് കോസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എത്രയുണ്ട്? 37 ഡേയ്സ് ഉണ്ട്. ഓക്കെ, എക്സാം ഡേറ്റ്സിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ടാക്സേഷൻ ഇവിടെ ഒരു 4 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഇവിടെയും ഒരു 4 ഡേയ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദിസ് വീഡിയോ അബൌട്ട്? CA ഇൻ്റർ മെയ് 24 ലാസ്റ്റ് 20 ഡേയ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. ഹൂ വുഡ് ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ? എന്തായിരിക്കും CA ഇൻ്റർ മെയ് 24 എക്സാമിനേഷൻ എഴുതുന്ന ആളുകൾ, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നവരായിക്കോട്ടെ, ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരായിക്കോട്ടെ, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നവരായിക്കോട്ടെ, സെക്കൻഡ് ഗ്രൂപ്പ് വിത്തൗട്ട് കോസ്റ്റിംഗ് എഴുതുന്നവരായിക്കോട്ടെ, അവരുടെ ലാസ്റ്റ് 20 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 15 ഡേയ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ 2 പേപ്പർ മാത്രമാണെങ്കിൽ ലാസ്റ്റ് 10 ഡേയ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഹൗ ഡിഡ് ഐ അപ്രോച്ച് സ്റ്റഡിങ് CA ഇൻ്റർമീഡിയറ്റ് എക്സാം? ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ ലാസ്റ്റ് 20 ഡേയ്സ് വേറെ പുതുതായിട്ടൊന്നും പഠിക്കില്ലായിരുന്നു. ഈ ലാസ്റ്റ് 20 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ റിവിഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ റിവിഷൻ പ്രോഗ്രാം എന്നുള്ളത് ഇങ്ങനെയായിരുന്നു. ഞാൻ 5 ഡേയ്സ് വെച്ച് അന്ന് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ CA എക്സാമിനേഷനിൽ എല്ലാ എക്സാംസ് ഇൻ്റർ ആയിക്കോട്ടെ ഫൈനൽ ആയിക്കോട്ടെ ഞാൻ ഗ്രൂപ്പ് വൈസ് എഴുതിയിട്ടുള്ളൂ. ഞാൻ ബോത്ത് ഗ്രൂപ്പ് ട്രൈ ചെയ്തിട്ടേ ഇല്ല, കാരണം അങ്ങനെ ഒരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് വൈസ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് 20 ഡേയ്സ് പുതിയൊന്നും പഠിക്കൂല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് 20 ഡേയ്സിൽ ഓരോ പേപ്പറിനും 5 ഡേയ്സ് വെച്ച് കൊടുക്കും. അതിൽ ഈ 20th ഡേയ്സ്, അതായത് ഫസ്റ്റ് 5 ഡേയ്സ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിനേഷൻ ആയിരിക്കും. ലാസ്റ്റ് എക്സാമിനേഷന് ഏതാണ്? അന്ന് അക്കൗണ്ട്സ്, ലോ, കോസ്റ്റിംഗ്, ടാക്സ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ടാക്സ് ആയിരിക്കും ഞാൻ ആ 5 ഡേയ്സ് പഠിക്കുക. ടാക്സ് ഫുള്ള് ഞാൻ ആ റിവിഷൻ നടത്തും, അതിൻ്റെ RTP ചെയ്യും, മോക്ക് ചെയ്യും. ദെൻ എൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും, മൈ ഓൺ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും, ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ. അത് ഒരു എക്സ്ട്രാ പേജും കൂടെ വെച്ചിട്ട് ഞാൻ അതൊന്ന് റിവൈസ് ചെയ്യും. ആ എക്സ്ട്രാ പേജ് ഈ റിവിഷൻ്റെ സമയത്ത്, RTP ഇപ്പോൾ ചെയ്യുന്ന സമയത്ത്, മോക്ക് ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ സജസ്റ്റഡ് ആൻസേഴ്സ് ഒരു 2-3 സജസ്റ്റഡ് ആൻസറെങ്കിലും ഞാൻ ഈ ഒരു സമയത്ത് ഫുൾ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് എനിക്ക് വരുന്ന പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ റിവിഷൻ നോട്ട്സിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ നോർമലി വരുത്തുന്ന മിസ്റ്റേക്കുകൾ, നോർമലി എനിക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ്, ഡേ ബിഫോർ എക്സാമിനേഷൻ ഞാൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളായിരിക്കും റിവിഷൻ നോട്ട്സിൽ ഉണ്ടാവുക. ഇതായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ. സോ ഫസ്റ്റ് 5 ഡേയ്സ് ഞാൻ ലാസ്റ്റ് എക്സാം, സോ അന്ന സമയത്ത് ടാക്സ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. പിന്നത്തെ 5 ഡേയ്സ് കോസ്റ്റിംഗ് ആയിരുന്നു നോക്കിയിരുന്നത്. പിന്നത്തെ 5 ഡേയ്സ് ലോ ആയിരുന്നു. ദെൻ ബിഫോർ 5 ഡേയ്സ് എക്സാമിനേഷൻ ഞാൻ നേരെ ചിലപ്പോൾ ഇതൊരു 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 6 ഡേയ്സ് ഞാൻ ഫസ്റ്റ് എക്സാമിന് എന്ത് ചെയ്യുമായിരുന്നു? ഫുള്ളായിട്ട് കൊടുക്കുമായിരുന്നു. കാരണം ഫസ്റ്റ് എക്സാം കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മെൻ്റലി നമ്മൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ CA ഇൻ്ററിനും CA ഫൈനലിനും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനിത് പറയുന്നത് എൻ്റെ ഒരു അപ്രോച്ചാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. പലരും പല അപ്രോച്ചുകളിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ സബ്ജക്റ്റും ദിവസവും പഠിക്കുന്നു. ബോത്ത് എഴുതുന്നവരും 8 സബ്ജക്റ്റും ദിവസം പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർ പാസ്സായിട്ടുണ്ട്. 4 സബ്ജക്റ്റ് വെച്ച് ഒരു ദിവസം പഠിക്കുന്ന ആൾക്കാരുണ്ട്, 2 സബ്ജക്റ്റുകൾ വെച്ച് ഒരു ദിവസം പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് റൈറ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഇതിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. എനിക്കത് വർക്കായിട്ടുണ്ട്. ദെൻ വാട്ട് റിസോഴ്സസ് ആർ ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്? ലാസ്റ്റ് 20 ഡേയ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ പുതുതായിട്ടൊന്നും പഠിക്കാറില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് മൈ ഓൺ സ്റ്റഡി നോട്ട്സ്. അത് ഒരു സബ്ജക്റ്റ് ഒരു 10-15 പേജസ് മാത്രമുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും എൻ്റെ സബ്ജക്റ്റിന്.
ആ സ്റ്റഡി നോട്ട്സ്, ദെൻ RTP, MTP, ദെൻ സജസ്റ്റഡ് ആൻസേഴ്സ്, 2-3 സജസ്റ്റഡ് ആൻസേഴ്സ്. ഇതായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റഡി നോട്ട് ഉപയോഗിച്ച് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യും. ആ സ്റ്റഡി നോട്ടിൽ തന്നെ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് മറിച്ച് നോക്കുമ്പോൾ തന്നെ അതിനെ എഴുതിയിട്ടുണ്ടാവും. മസ്റ്റ് ഡു ബിഫോർ ദ എക്സാമിനേഷൻ, മസ്റ്റ് ടു ലാസ്റ്റ് റിവിഷനിൽ ഞാൻ സ്റ്റാർ ചെയ്തിട്ടുള്ള അല്ലേ, നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കാരണം ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺസെപ്റ്റ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റിസോഴ്സസ്, അവർ ഓൺ നോട്ട്സ്, RTP, MTP, സജസ്റ്റ് ആൻസേഴ്സ്. അവർ ഓൺ നോട്ട്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിലുണ്ടാവും നമ്മൾ ലാസ്റ്റ് എഴുതേണ്ട കാര്യങ്ങളും വീണ്ടും ചെയ്യേണ്ട പ്രോബ്ലംസിൻ്റെയൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളായിരുന്നു ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഹൗ കൻ ഐ എഫക്റ്റീവ്ലി സ്റ്റഡി ദ അമെൻമെൻറ്റ് ഫോർ ദി എക്സാം? ഇപ്പോൾ അമെൻമെൻറ്റ്സ്, പുതിയ ഇൻക്ലൂഷൻസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു കവർ ചെയ്തിരുന്നത്? നോർമലി സ്റ്റുഡൻസ് ചെയ്യുന്നത് അമെൻമെൻറ്റ് വീണ്ടും 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 പോയി വായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ചെക്ക് ചെയ്യൂല എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ്ലി അവരെവിടെ പോകും? എക്സാമിനേഷന് പോയിട്ട് അവിടെ ആയിരിക്കും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് വരിക. അവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ചെയ്തിരുന്നത് അമെൻമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ ക്വിക്ക്ലി ഒന്ന് കാണും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ RTPയിലോട്ട് വരും. RTPയിൽ ഒരുവിധം അമെൻമെൻറ്റ്മെൻറ്റാണ് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ RTPയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സും ഉണ്ടാവും, അതിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സിലും ചിലപ്പോൾ അമെൻമെൻറ്റ്സ് കവർ ചെയ്യാനുള്ള സാധ്യത, 2 മോക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അമെൻമെൻറ്റ്സ് കവർ ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഒരു 60 to 70% അമെൻമെൻറ്റ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നമ്മൾ ചിലപ്പോൾ വായിക്കും, ചിലത് വിടും, ചിലത് നമ്മളൊരു സ്റ്റാൻസിന് വിടും. കാരണം ഒരുപാട് ഏരിയ ഉണ്ടാവും അമെൻമെൻ്റ് ആയിട്ട്. അത് ചിലപ്പോൾ നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് എക്സാമിന് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുള്ള ഭാഗങ്ങൾ വെറുതെ സമയം കളയാറില്ല. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, ഈ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ 20 days നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ആ 3 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ആ 3 hours എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ ഞാൻ ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സാറ് 100% കവറേജ് കിട്ടുമോ? ഇല്ല. ഈ ഒരു സമയത്ത് ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടാവുക ഒരു 80, അതായത് 70 to 80% ആയിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ എനിക്കത്ര സ്ട്രോങ് അല്ലാത്ത ഏരിയ കംപ്ലീറ്റ്ലി വിട്ടിട്ടുണ്ടാവുക. ഞാൻ ഇവിടുന്ന് വന്നാൽ ഞാൻ എഴുതൂല കാരണം ഞാൻ എൻ്റെ സ്ട്രോങ്ങർ ഏരിയ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ നോക്കും. കംപ്ലീറ്റ്ലി ചില ഏരിയാസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ചില ഏരിയാസ്. പക്ഷെ അത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഒരിക്കലും എൻ്റെ 40 കിട്ടാനോ അല്ലെങ്കിൽ 60 കിട്ടാനോ ടോട്ടൽ 50% കിട്ടാനോ റിസ്ക് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗ ക്യാൻ ഐ അഡോപ്റ്റ് ടു ദ ന്യൂ എക്സാം ഫോർമാറ്റ്? ന്യൂ എക്സാം ഫോർമാറ്റ് ഇപ്പോൾ എങ്ങനെയാണ്? 30%, 70%. 30% എന്താണ്? MCQ, 70% എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് RTP തന്നെയാണ്, പിന്നെ മോക്കുമാണ്. ഈ രണ്ടിലും എന്തുണ്ടാവും? ഇതേ ഫോർമാറ്റ് തന്നെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ടൈംലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. RTPയിലും ഇതേപോലെ നമ്മളത് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും RTPയിലും മോക്ക് 2 വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്നുണ്ടോ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ 1 സബ്ജക്റ്റിനെ for 5 days എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 days, ചില ആൾക്കാർ 3 days ആയിരിക്കും, 2 days ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ബോറടിക്കുന്ന സമയത്തൊക്കെ മറ്റ് സബ്ജക്റ്റുകൾ റാൻഡംലി എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുക. അതിൻ്റെ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കുക, അതിൻ്റെ MCQ ചെയ്ത് നോക്കുക, ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിലല്ല അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് അന്ന് വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് അതിൻ്റെ MCQ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയ എടുക്കുക, ചുമ്മാ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ നിങ്ങൾ ഈ ഒരു സമയം ഉപയോഗിക്കാം. വിൽ ദിസ് അപ്രോച്ച് വർക്ക് ഫോർ എവരി വൺ? ദിസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാസ്റ്റ് 20, അല്ലെങ്കിൽ നിങ്ങളുടെ കേസിലാണെങ്കിൽ ലാസ്റ്റ് 15 days 3 സബ്ജക്റ്റിന് 5 days വെച്ച് കൊടുക്കുന്ന ഈ ഒരു അപ്രോച്ച് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവണമെന്നില്ല. എനിക്കത് വർക്കായിട്ടുണ്ട്, ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആർക്കോ വർക്കായ കാര്യം അവർ അന്ന് എന്നോട് പറഞ്ഞു, ഞാനത് ഫോളോ ചെയ്തു, എനിക്കും വർക്കായിട്ടുണ്ട്. ഇത് മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. ദെൻ ആർ മോക്ക് എക്സാംസ് ഹെൽപ്ഫുൾ?
അപ്പോൾ മോക്ക് എക്സാംസ് നിങ്ങൾ ഒരിക്കലും മോക്ക് എക്സാമിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഫൈനൽ എക്സാം എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം. ചില ആൾക്കാർ പറയണ്ടേ ഈ മോക്കൊന്നും എഴുതി നോക്കിയിട്ട് കാര്യമില്ല, അത് പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരിക്കലും ഹെൽപ്പ് ചെയ്യൂല എന്ന് പറയാറുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫൈനൽ FR ഒക്കെ എഴുതുന്ന സമയത്ത് മോക്ക് എഴുതിയത് കൊണ്ടാണ് ഞാൻ ചില ഡിസിഷൻസ് മാറ്റിയത്. പിറ്റേ ദിവസം എക്സാമിന് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ കൺസോൾട്ടേഷൻ എന്നുള്ള പാർട്ടുണ്ടായിരുന്നു, അന്നത്തെ കുറച്ച് ടഫ് പാർട്ടായിരുന്നു. ഞാനത് എപ്പോഴും ഫസ്റ്റായിരുന്നു എഴുതി തുടങ്ങിയിരുന്നത്. അപ്പോൾ ഡേ ബിഫോർ ദ എക്സാമിനേഷൻ ഞാൻ മോക്ക് 2 എഴുതുമ്പോൾ എനിക്കത് കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ആ ഡിസിഷൻ മാറ്റുന്നത്. ഞാൻ കൺസോൾട്ടേഷൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ, ഒരു 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ എന്നുള്ള ഡിസിഷനിലൊക്കെ ഞാൻ എത്തിയത് ആ ഒരു മോക്ക് എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ മോക്ക് നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്, ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട, ബട്ട് ഹെൽപ്ഫുൾ ആവും. കാരണം മോക്കിൽ നമ്മൾ എൻ്റയർ സബ്ജക്റ്റാണ് പഠിക്കുന്നത്, എൻ്റയർ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും ചെയ്യുക, അതൊന്നും കൂടെ നമുക്ക് കണക്റ്റ് ആവും. ബട്ട് ദ പ്രോബ്ലം എക്സാം എല്ലാ ചാപ്റ്ററിനും ഒരുമിച്ചിട്ടാണ്, പല ചാപ്റ്ററും ലിങ്ക് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്ഫുൾ ആവും, മോക്ക് എക്സാംസ് ഹെൽപ്ഫുൾ ആവും. വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ സ്റ്റുഡൻസ് എയിമിംഗ് ഫോർ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ആളുകൾ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും അതിന് ട്രൈ ചെയ്തിട്ടില്ല, കാരണം എനിക്കത് പറ്റുമെന്ന് തോന്നിയിട്ടില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾ എടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു 1 സബ്ജക്റ്റ് ഇൻ എ ഡേ, നിങ്ങൾ 2 സബ്ജക്റ്റ് ഇൻ എ ഡേ നോക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു 5 ഡേയ്സ് എനിക്ക് ഒരു ദിവസം, ലാസ്റ്റ് 15 ഡേയ്സ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരുന്നത് 15 ഡേയ്സ് 3 സബ്ജക്റ്റ്, 5 ഡേയ്സ് ഫോർ 1 സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ 3 ദിവസമേ കൊടുക്കാൻ പറ്റുള്ളൂ, 8 അപ്പോൾ ആ ഒരു എക്സ്ട്രാ പുഷ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ബോത്ത് ഗ്രൂപ്പ്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് എഴുതി പാസ്സായിട്ടുണ്ട്. ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ക്യാരി ഫോർവേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വർക്കാവുന്ന മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ വർക്ക് ചെയ്യണം എന്നല്ല. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് 20 ഡേയ്സ് പുതുതായിട്ട് ഒന്നും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ലാസ്റ്റ് ബിഫോർ ദ എക്സാമിനേഷൻ പുതിയൊരു പോയിന്റ് പഠിച്ച് അത് തന്നെ എക്സാമിന് വന്ന് അങ്ങനെയൊക്കെ പാസ്സായ ആൾക്കാരുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വർക്ക് ആവുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ക്യാൻ സ്റ്റുഡൻസ് ബെസ്റ്റ് യൂട്ടിലൈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സാംസ്? സോ ഇവിടെ ടാക്സിൻ്റെ മുമ്പ് 4 ഡേയ്സ് ഉണ്ട്, അതുപോലെ കോസ്റ്റിംഗ് മുതൽ ഓഡിറ്റിംഗ് വരെ 4 ഡേയ്സ് ഉണ്ട്. നിങ്ങളത് ഓവറായിട്ട് ആ ഡേയ്സിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, എനിക്ക് ടാക്സിന് 4 ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് ഇന്ന ചാപ്റ്റർ ഞാൻ പഠിച്ചോളാം, ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളത് തീർക്കട്ടെ. ആ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും എനിക്ക് വർക്കായിട്ടില്ല, എനിക്കത് പണി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് കുറേ മല മറിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ ഫസ്റ്റ് ലെവൽ പഠനങ്ങളും ഏതൊക്കെയാണ് നമ്മൾ എക്സാമിന് പഠിക്കുക ആ ഏരിയാസൊക്കെ ഇപ്പം തന്നെ തീർക്കുക. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചു പോയ സമയത്തൊക്കെ നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ എക്സാമിൻ്റെ ഇടയിൽ നിന്നും പുതിയൊരു കാര്യം ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുക്കേണ്ട കാര്യം വരും. അപ്പോൾ അത് മൊത്തം നമ്മുടെ റിവിഷനെ ബാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമ്മളത് പഠിക്കാതിരിക്കുക ചെയ്യാറ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 20 ഡേയ്സ് ബിഫോർ, ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കേസിൽ ഇനിയും 37 ഡേയ്സ് ഉണ്ട് അല്ലേ കോസ്റ്റിംഗ് ഇല്ലെങ്കിൽ. അപ്പോൾ അത്തരം ഏരിയാസൊക്കെ എന്തുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ച് വെച്ചാൽ അത് കുറച്ചും കൂടെ എന്തായിരിക്കും, നിങ്ങൾക്ക് ആ സമയത്ത് റിവിഷന് ഹെൽപ്ഫുൾ ആവും. ഒരു ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ പഠനമെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാണ് വാട്ട് വേണ്ട. എക്സാം ഡേയ്സുകളുണ്ട്, വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് 20 അല്ലെങ്കിൽ 15 ഡേയ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തവണ CA ഇൻ്റർ എഴുതാൻ പോകുന്ന ആളുകൾക്കായിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുക. അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, സെക്കൻഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ബോത്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ. ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നതെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 4 എക്സാംസ് ഉണ്ടായിരുന്നു. സോ ഒരു 20 ഡേയ്സ് ബിഫോർ ഞാൻ എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ളി റിവിഷനുമായിട്ട് ഇരിക്കുമായിരുന്നു. ആ 20 ഡേയ്സിൽ ഓരോ സബ്ജക്റ്റിനും ഞാൻ 5 ഡേയ്സാണ് അലോട്ട് ചെയ്തിരുന്നത്. ആ 5 ഡേയ്സ് എൻ്റർലി ആ സബ്ജക്റ്റ് ഒന്നും കൂടെ ചെയ്യും. ഒപ്പം ഡേ ബിഫോർ എക്സാമിനേഷന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളൊരു പ്ലാനും ഉണ്ടാക്കും. അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഡേ ബിഫോർ എക്സാം ഞാൻ ഒരിക്കലും ടെൻസ്ഡോ ഒന്നും ആയിട്ടുണ്ടായില്ല. കാരണം അതെനിക്ക് കംപ്ലീറ്റ്ലി ഒരു 2 ടൈംസ് എങ്കിലും ആ ഡേ ബിഫോർ എക്സാം ഞാൻ എന്ത് തീർക്കും എന്നുള്ളത് എനിക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റിവിഷൻ നോട്ട്സ് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ, വേറെ ഒന്നും നോക്കില്ല. ആ റിവിഷൻ നോട്ട്സ് ഒന്നും കൂടെ നോക്കും. അതിൽ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഒന്നും കൂടെ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും.
എക്സാമിൻ്റെ ഹാളിൻ്റെ തൊട്ട് മുമ്പ് എത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം റിവിഷൻസ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. സോ ഡേ ബിഫോർ എക്സാംസ് എനിക്ക് വലിയൊരു പ്രശ്നമേ വന്നിട്ടില്ല. ഡേ ബിഫോർ എക്സാംസ് എപ്പോഴും എനിക്ക് ഫുൾ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഞാൻ എന്തായിരിക്കും ആ ഡേ ബിഫോർ എക്സാംസ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ ഞാൻ കവർ ചെയ്യുള്ളൂ. നേരെ എക്സാമിന് പോകുന്നു, റിലാക്സ് ചെയ്തിട്ട് എക്സാമിന് പോകുന്നു. ഞാനൊരു 10-നൊക്കെ എൻ്റെ എവിടെയാണോ ഞാനുള്ളത് അവിടെ നിന്ന് എക്സാം ഹാളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ബുക്കൊന്നും തുറക്കൂല. അവിടെ പോയി എല്ലാവരും കാണുന്നു, ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോട് ഇരിക്കുന്നു, സംസാരിക്കുന്നു, നേരെ എക്സാം ഹാളിൽ പോകുന്നു. ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്ന രീതി. പല കുട്ടികളും ആ സമയത്ത് പഠിക്കുന്നുണ്ടാവാറുണ്ട്. അത് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താണോ വർക്കാവുക ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എന്താണ് വർക്കാവുക എന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് വർക്കാവുക എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വാട്ട് റിസോഴ്സ് ഹാവ് ടു ബി യൂസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഞാൻ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഓൺ റിവിഷൻ നോട്ട്സാണ്, സ്റ്റഡി നോട്ട്സാണ് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ സമയത്ത് നമ്മൾ RTP, MTP, സജസ്റ്റ് ആൻസേഴ്സിൽ 2-3 ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. സജസ്റ്റ് ആൻസേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ്? ഫുൾ എക്സാംസ് ആണ് അതിൽ നടക്കുക. ഒരു സജസ്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ അതിൽ ഫുൾ ചാപ്റ്റേഴ്സ് അതിൽ നടക്കുന്നുണ്ടാവും. അത് എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ്. ഒരു സജസ്റ്റ് ആൻസർ ഫുള്ള് ചെയ്യുക ഒരു റിവിഷൻ കഴിഞ്ഞതിന് തുല്യമാണ്. അതുകൊണ്ടാണത് ഞാൻ വീണ്ടും പറയുന്ന അമെൻമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ. ഇൻഡയറക്ട്ലി ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. RTP അതുപോലെ മോക്ക് 2 ഇതിൽ വന്ന അമെൻമെൻറ്റ്സുകൾ അതുവഴി പഠിക്കാൻ നോക്കും. എന്നിട്ട് ബാക്കി ഇപ്പം കുറച്ചും കൂടെ പഠിക്കാനുണ്ടാവും, അത് സെപ്പറേറ്റ്ലി പഠിക്കും. ചിലത് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല, എനിക്കത് എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നും, അത് പഠിക്കൂല. ദെൻ ഹൗ ക്യാൻ ഐ അഡാപ്റ്റ് ടു ദ ന്യൂ എക്സാം ഫോർമാറ്റ്? എന്താണ് RTP, മോക്ക്, ഇതിൽ ഈ ന്യൂ എക്സാം ഫോർമാറ്റ് തന്നെ ആയിരിക്കും വരിക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ഈ May 24 എക്സാം ന്യൂ ഫോർമാറ്റിൽ ആദ്യത്തെ എക്സാം ആവാൻ പാടില്ല. അതിന് മുമ്പേ RTPയും 2 മോക്കും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ 2 മോക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ May 24 എക്സാം നിങ്ങളുടെ 3ാമത്തെ എക്സാം ആവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളതിനെ കാണേണ്ടത്. എല്ലാവർക്കും ഇതേ അപ്രോച്ച്, അതായത് 5 days ഫോർ എ സബ്ജക്റ്റ് ഒരു നിർബന്ധമില്ല അത് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് വർക്കാവുന്നത് അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. മോക്ക് എക്സാംസ് ഹെൽപ്ഫുൾ ആണോ? എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ഫുള്ളി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എൻ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിന് വരിക, പക്ഷെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട്. ബട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്, പല ആംഗിളിലും പല ആസ്പെക്ട്സിലും എനിക്കത് വർക്കായിട്ടുണ്ട്. ദെൻ വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ സ്റ്റുഡൻസ് ഫോർ ബോത്ത്? ഞാൻ പറഞ്ഞു എക്സ്ട്രാ എഫേർട്ട് ഇടണം. നിങ്ങളുടെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ വേണം. ഹൗ കാൻ സ്റ്റുഡൻസ് ബെസ്റ്റ് യൂട്ടിലൈസ് ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സാംസ്? കൂടുതൽ ആ ഗ്യാപ്പിൽ മറിക്കാം എന്നുള്ളൊരു വിചാരം വേണ്ട. ആ സമയം റിലാക്സ് ചെയ്തിട്ടുള്ള റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ദെൻ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക, ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ CA എക്സാംസ് ആണ്, അവർ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ മൈൻഡ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു 3 hours നന്നായിട്ട് എഴുതാൻ പറ്റില്ല. സോ നല്ല ഫുഡ് കഴിക്കുക, നല്ല സ്ലീപ്പ് ഉണ്ടായിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ.